കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം. കൈവിരലിന്റെ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ 4 വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ നടത്തി. കൈയിലെ 6ാം വിരൽ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് എത്തിച്ച കുട്ടിക്കാണ് ഇപ്രകാരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയത്. അവയവം മാറിയതിൽ ഡോക്ടർ മാപ്പ് ചോദിച്ചു എന്നും പിന്നീട് 6ാം വിരൽ നീക്കം ചെയ്യാൻ മറ്റൊരു ശസ്ത്രക്രിയ നടത്തിയെന്നുമാണ് കുടുംബം പറയുന്നത്. ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഗുരുതരമായ ആരോപണം, എന്താണ് സംഭവിച്ചത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ശസ്ത്രക്രിയ പിഴവ് വലിയൊരു ഗുരുതരമായ ആരോപണവുമായാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് 6ാം വിരലിന്റെ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കായാണ് ഈ 4 വയസ്സുകാരി കുട്ടിയും കുടുംബവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. എന്നാൽ പിന്നീട് ശസ്ത്രക്രിയ നടത്തിയത് നാവിനാണ് എന്നൊരു ആരോപണമാണ് ഉയർന്നു വരുന്നത്. ചെറുവണ്ണൂർ മധുരബസാർ സ്വദേശിനിയായ 4 വയസ്സുകാരി ഐഷ റുണിക്കാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായത് എന്നൊരു വിവരമാണ് ഇത്തരത്തിലൊരു ഒരു സംഭവം ഉണ്ടായത് എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം ആശുപത്രി അധികൃതർക്കാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിരുന്നു. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായ വിവരം അത്തരത്തിലൊരു കംപ്ലൈന്റ് പരാതി തങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ്. അപ്പോൾ കുടുംബവുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് അവർ നേരിട്ട് ആശുപത്രി അധികൃതർക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. തുടർന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ആശുപത്രി അധികൃതരും അടക്കമുള്ള ആളുകൾ കുടുംബവുമായി ഇപ്പോൾ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കുടുംബം ഏത് തരത്തിലുള്ള നിയമ നടപടിയാണ് സ്വീകരിക്കുക എന്നൊരു വിവരം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. വീണ്ടും ഇത്തരത്തിൽ ഒരു 4 വയസ്സുകാരി കുട്ടിക്ക് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ദിസ്ന ഇതിനെ അവർ വിശദീകരിക്കാൻ പോവുക എന്നതാണ് ആശ്ചര്യം ഉയർത്തുന്ന മറ്റൊരു ചോദ്യം. കാരണം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതും 4 വയസ്സുകാരിയായ ഒരു കുഞ്ഞിന് അവയവം മാറി ശസ്ത്രക്രിയ നടത്തുക, ഇത് സംബന്ധിച്ച് ആ ഡോക്ടർ തന്നെ മാപ്പ് പറയുക എന്നതും. തീർച്ചയായും ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിശദീകരണം അനുസരിച്ച് കുട്ടിക്ക് ഇത്തരത്തിലൊരു നാവിന് ചെറിയൊരു തകരാറുണ്ടായിരുന്നു എന്നൊരു കാര്യമാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ അത് പരിശോധനയിൽ വ്യക്തമായിരുന്നോ എന്നതിനെ കുറിച്ച് അറിവില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ മെഡിക്കൽ സൂപ്രണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർക്ക് ഇത്തരത്തിൽ കുടുംബം പരാതി നൽകിയ സമയത്ത് തന്നെ ഡോക്ടർ മാപ്പ് പറഞ്ഞു, കുടുംബത്തോട് മാപ്പ് പറഞ്ഞു എന്നൊരു കാര്യമാണ് എന്നൊരു വിചിത്രവാദമാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിലുള്ള നിയമ പോരാട്ടത്തിലേക്കായിരിക്കും കുടുംബം കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുടുംബവും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും തമ്മിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും നിയമപരമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ കുടുംബം അറിയിക്കുക എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ദിസ്ന, ഈ നാവിൽ പ്രശ്നമുണ്ട് എന്ന് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നുണ്ട് എന്നാണല്ലോ അവരുടെ വാദം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിന് തൊട്ട് മുമ്പ് പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്, പരിശോധനകളുണ്ട്. ഇതെല്ലാം ഒഴിപ്പിക്കാതെ എങ്ങനെയാണ് ആ ഡോക്ടർ ഇപ്രകാരം ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് എത്തുക എന്നത് മനസ്സിലാവുന്നില്ല. തീർച്ചയായും സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിശദീകരണം മാത്രമാണിത്. ഇത്തരത്തിൽ കുട്ടിക്ക് നാവിന് മുൻപ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രശ്നം അതായത് ശസ്ത്രക്രിയക്ക് പോകുന്നതിന് മുൻപ് കണ്ടെത്തിയിരുന്നു എന്നതൊരു കാര്യം വ്യക്തമല്ല എന്നതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ കുട്ടിയുടെ 6ാം വിരൽ നീക്കം ചെയ്യുവാനാണ് കുട്ടി ആശുപത്രിയിൽ എത്തുന്നത്. എന്നാൽ ഈ ആശുപത്രിയിൽ എത്തിയ കുട്ടിയുടെ നാവിന് ശസ്ത്രക്രിയ നടത്തി പുറത്തേക്ക് വരികയാണ് എന്നൊരു കാര്യമാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കുന്നത്. തുടർന്ന് ഇവർ ഡോക്ടറോട് ഈ സംഭവം ചോദിക്കുകയായിരുന്നു. ഈ സംഭവം ചോദിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞത് തന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അബദ്ധം പറ്റി, ഈ ഒരു അബദ്ധത്തിന് താൻ മാപ്പ് ചോദിക്കുന്നു എന്നൊരു കാര്യമാണ് കുടുംബത്തോട് പറഞ്ഞത് എന്നൊരു കാര്യമാണ്. തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വാർത്തയോട് പ്രതികരിക്കാൻ BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ VK സജീവൻ കൂടി ചേരുകയാണ്. ശ്രീ സജീവൻ, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരായ ആരോപണം ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഗുരുതര ആരോപണം ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് 4 വയസ്സുകാരുടെ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തു എന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത് ആദ്യമായിട്ടല്ല ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. നേരത്തെ കാലുമാറി ശസ്ത്രക്രിയ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ബാക്കി അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്ന നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് സംസ്ഥാനത്തൊട്ടാകെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതീവ ഗൗരവമായിട്ട് സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും ഇതിനെ കാണണമെന്നും കുറ്റക്കാർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെടുകയാണ്. ശ്രീ സജീവൻ, ഈ
ആദ്യമായിട്ടല്ല ഈ സംഭവം, പ്രത്യേകിച്ചും ഇത്തരമൊരു ആരോപണം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഉണ്ടാവുന്നു. പക്ഷേ ആരോഗ്യവകുപ്പ് നിസ്സംഗത പാലിക്കുകയാണെന്നുള്ളൊരു ആക്ഷേപം BJPയുടെ ഭാഗത്തു നിന്നുണ്ടോ? കാരണം നിരവധി ആരോപണങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഒരുപക്ഷെ ICU പീഡന കേസും ഒപ്പം ഹർഷിന എന്നുള്ള യുവതിയുടെ അനുഭവവും കേരള സമൂഹത്തിന് മുമ്പിൽ ഇപ്പോഴും വളരെ സജീവമായി നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പിന്റെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഇത്തരം സംഭവങ്ങളിൽ ആവർത്തിക്കുകയാണ്. കാരണം ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതിൽ ശക്തമായിട്ട് ഇടപെട്ട് പരിഹാരം കാണുമ്പോഴാണല്ലോ അതെ, അപ്പോൾ ഇതിൽ ആരോഗ്യമന്ത്രി ഉടനടി കേരള സമൂഹത്തിന് മുമ്പിൽ ഇതിൽ വിശദീകരണം നടത്തണം എന്നൊരു ആവശ്യം കൂടി ഉണ്ടോ പ്രതിപക്ഷത്തിന്? എന്ന് പറഞ്ഞാൽ അതിലെ പൂർണ്ണമായിട്ടുള്ള അശ്രദ്ധയും അനാസ്ഥയുമാണ് പുറത്തു വരുന്നത്. നേരത്തെ ICU പീഡന കേസിൽ ഉൾപ്പെടെ ഉള്ള വിഷയങ്ങളിൽ ആരോഗ്യമന്ത്രി നേരിട്ട് ഇടപെടുകയും പല ഉറപ്പുകളും നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഫലത്തിൽ ഇരകളോടൊപ്പം അല്ലാതെ അതിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള നിലപാട് ഇല്ലാത്ത സാഹചര്യമാണ് ഇതിനെ സംബന്ധിച്ച് ആവർത്തിക്കുന്നത്. അത് ശരിയല്ല. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ, ആരോഗ്യവകുപ്പ് ശക്തമായിട്ട് എടുക്കേണ്ട നിലപാടുകൾ അത് അടിയന്തരമായിട്ട് സമയബന്ധിതമായിട്ട് എടുക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ശ്രീ VK സജീവൻ പ്രതികരിച്ചതിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെയാണ് ഇപ്പോഴും ഗുരുതരമായ ഒരു ആരോപണം ഉള്ളത്. 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തു എന്നതാണ് ബന്ധുക്കളുടെ ആരോപണം.